വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്തമാറ്റിക് അനാലിസിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ പ്രീവിയസ് ലെക്ചേഴ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലിമിറ്റ് യൂസിങ് സീക്വൻസസ് ആൻഡ് ഇറ്റ്സ് ഡൈവേർജൻസ് ക്രൈറ്റീരിയ യൂസിങ് സീക്വൻസസ്. സോ നമുക്ക് ലിമിറ്റ് ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ട് എന്ന് എക്സിസ്റ്റ് ചെയ്യാൻ we have used two different techniques. One is the definition, next one is the sequential criteria, but we need more results regarding the same because these two concepts are not enough to establish the limits of certain class of functions. So നമുക്ക് കൂടുതൽ റിസൾട്ടുകൾ വേണം ലിമിറ്റ്സിനുമായി ബന്ധപ്പെട്ട കൂടുതൽ റിസൾട്ടുകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ്റെ ഏതൊരു ആർബിട്രറി ഫംഗ്ഷൻ്റെയും ഏതൊരു ആർബിട്രറി പോയിന്റിലും ഉള്ള ലിമിറ്റ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോസിബിൾ ആകത്തുള്ളൂ. സോ ഇൻ ദിസ് ലെക്ചർ ഓൺവേർഡ്സ് we will be discussing about the fundamental result regarding limits or limit theorems. നമ്മൾ സീക്വൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ, so limit extends to c, f is equal to l ആണെങ്കിൽ we have defined that for every sequence xn which converging to c, f of xn should converge to l. So f of xn എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്, we should be converging. So convergent ആയ എല്ലാ സീക്വൻസുകളുടെയും പ്രത്യേകത it should be bounded. So clearly f of xn should be bounded. അല്ലെങ്കിൽ ഞാൻ സിയുടെ നെയ്ബർഹുഡിലുള്ള ഒരു ക്ലാസ് ഓഫ് പോയിൻറ്റ്സ് എടുക്കുമ്പോൾ ആ ക്ലാസ് ഓഫ് പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഷുഡ് ബി ഇൻ എൽ. എല്ലിൻ്റെ നെയ്ബർഹുഡിൽ ഉണ്ടാകണം. സോ എല്ലിൻ്റെ നെയ്ബർഹുഡിൽ ഉണ്ടാകുക എന്ന് വെച്ചാൽ ദാറ്റ് പോയിൻറ്റ്സ് ഷുഡ് ബി ബൗണ്ടഡ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് റിസൾട്ട് ഓർ ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ വി ഹാവ് അബൌട്ട് ദ ലിമിറ്റ്സ്. ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ ദ ഐഡിയ ഈസ് ദാറ്റ് ദ ഫംഗ്ഷൻ ഷുഡ് ബി ബൗണ്ടഡ് ഓൺ ദ നെയ്ബർഹുഡ് ഓഫ് C. That's the idea. Before getting into that, we need to establish what is bounded function. So we can formally define the boundedness of a function on some neighborhood. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, you have an intuition that for a function f should have a limit at c, then it should be bounded on that neighborhood. So let a be a subset of R, f from a to R be a function, and c be a cluster point of A. We say that f is bounded on some neighborhood of C if there exists a delta of C and a neighborhood v delta of C and a constant m such that modulus of f of x less than or equal to m for all x element of a intersection v delta of c. അതായത് എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നൊരു ഫംഗ്ഷൻ, സി എയുടെ ഒരു ക്ലസ്റ്റർ പോയിൻ്റ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദിസ്, സി എന്ന് പറയുന്ന നെയ്ബർഹുഡിൽ, സിയുടെ നെയ്ബർഹുഡിൽ, ആ നെയ്ബർഹുഡാണ് വി ഡെൽറ്റ ഓഫ് സി. ഇതിൽ ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ we should find a constant m such that modulus of f of x should be less than m for all x element of a intersection v delta of c. അതായത് നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ ആ നെയ്ബർഹുഡിൻ്റെ, സിയുടെ നെയ്ബർഹുഡിൻ്റെ ഏതൊരു പോയിൻറ്റ്സ് എടുത്തെന്ന് പറഞ്ഞാലും ആ പോയിൻറ്റ് ഷുഡ് ബി ഇൻ ദ ഡൊമൈൻ. കാരണം അവിടെ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഇമേജസ് എടുക്കുമ്പോൾ ഈ കളക്ഷൻ ഓഫ് പോയിൻറ്റ്സുകളുടെ എല്ലാം ഇമേജസ് എഫ് ഓഫ് എക്സുകൾ എടുക്കുമ്പോൾ ആ എഫ് ഓഫ് എക്സുകൾ ബൗണ്ടഡ് ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ മൈനസ് എമ്മിനും പ്ലസ് എമ്മിനും ഇടയ്ക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു എം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ we say that the function is bounded on some neighborhood of C. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ നെയ്ബർഹുഡിൽ അതിൻ്റെ ഇമേജസ് എല്ലാം രണ്ട് നമ്പറിൻ്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്താണ് നിൽക്കുന്നതെങ്കിൽ we say that the function is bounded on that neighborhood. Okay, using that concept, now we can characterize a function which has a limit. Okay,
the fundamental property of the function, we should have a limit at a particular point, it should be bounded on that neighborhood. That's the first result. So we can formally quote that result. If A is a subset of R and F is defined from A to R and F is said to have a limit at C, then F is bounded on some neighborhood of C. So F എന്ന് പറഞ്ഞ ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ എഫ് സിയുടെ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആയിരിക്കണം. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് ബൗണ്ടഡ് ഓൺ സം നെയ്ബർഹുഡ് ഓഫ് സി വെന്നെവർ ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി എക്സിസ്റ്റ്. അതാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് എ പർട്ടിക്കുലർ positive integer m such that, or positive number m such that modulus of f of x should be less than or equal to m. So let us prove this. So given that f has a limit at c, or limit extends to c, f is equal to l. നമ്മളത് അസ്യൂം ചെയ്യുന്നു. എഫിൻ്റെ സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലിമിറ്റാണ് എൽ. ദെൻ ബൈ ഡെഫിനിഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that modulus of f of x modulus of x minus c less than delta, then modulus of f of x minus l less than epsilon. അതാണ് നമ്മുടെ റിസൾട്ട്. സോ വി ചൂസ് epsilon should be equal to 1. Then for every epsilon there exists a delta. Then there exists a delta greater than 0 such that 0 less than modulus of x minus c less than delta implies modulus of f of x minus l less than 1. ഓക്കെ, ഞാൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 എന്നാണ് ചൂസ് ചെയ്തത്. സോ ഇവിടെ സി മൈനസ് ഡെൽറ്റ, സി പ്ലസ് ഡെൽറ്റ. ഇവിടെ സിയുടെ ഈ നെയ്ബർഹുഡിൻ്റെ അകത്തെ സി ഒഴികെയുള്ള എല്ലാ പോയിൻറ്റ്സുകളുടെയും ഇമേജ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സി ഒഴികെയുള്ള എല്ലാ പോയിൻറ്റ്സും, കാരണം 0 ലെസ് ദാൻ തന്നിട്ടുണ്ട്. സോ എക്സ് ഈസ് ഈക്വൽ ടു സി ആകാൻ പാടില്ല. അപ്പോൾ സി ഒഴികെയുള്ള എല്ലാ പോയിൻറ്റ്സുകൾ എടുത്താലും ആ പോയിൻറ്റ്സുകളുടെ ഇമേജ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ 1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നൗ വി ഹാവ് എ റിസൾട്ട് മോഡുലസ് ഓഫ് എ minus modulus of b is less than modulus of a minus b. Using that result, put a is equal to f of x and b is equal to l. We get modulus of f of x minus modulus of l should be less than modulus of f of x minus l, which is less than 1 for all x element of A intersection. ഇതിനെ നമുക്ക് വി ഡെൽറ്റ ഓഫ് സി ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു സി, സി ഒഴികെയുള്ള എല്ലാ പോയിൻറ്റ്സും. ഓക്കെ, ദിസ് ഈസ് ദ ഡെഫിനിഷൻ. നൗ നമ്മളിതിൻ്റെ ലാസ്റ്റ് പാർട്ടും മാത്രം എടുക്കുന്നു. ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടും മാത്രമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഷുഡ് ബി ലെസ് ദാൻ modulus of f of x minus modulus of l less than 1 for all x element of A intersection v delta of c and x not equal to c. Okay, that is modulus of f of x should be less than 1 plus modulus of l for all x element of A intersection v delta of c and x not equal to c. So ഇവിടെ A intersection v delta of c എന്ന് വെച്ചാൽ സിയുടെ നെയ്ബർഹുഡ്, ആ നെയ്ബർഹുഡിൻ്റെ അകത്തെ സി ഒഴികെയുള്ള എല്ലാ പോയിൻറ്റ്സുകളുടെയും വാല്യൂസ് മോഡുലസ് ഓഫ് 1 പ്ലസ്
മോഡുലസ് ഓഫ് എൽ പ്ലസ് വണ്ണിനെക്കാട്ടിലും ചെറുതാണെന്ന് വി ഹാവ് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ്. ഇനി ഒരു പോയിന്റും കൂടെ ബാക്കിയുള്ളൂ, വിച്ച് ഈസ് സി. സോ നൗ ചൂസ് capital M is equal to supremum modulus of f of c, comma 1 plus modulus of L. ഈ രണ്ട് വാല്യൂസിൻ്റെയും വലുതിനെ എം ആയിട്ട് ചൂസ് ചെയ്യുന്നു. ഓക്കെ, നൗ യൂസിങ് ദിസ് we can say that modulus of f of x is less than m, less than or equal to m for all x element of a intersection v delta of c. കാരണം എ ഇൻ്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സിക്കകത്ത് രണ്ട് ക്ലാസ് ഓഫ് പോയിൻറ്റ്സേ ഉള്ളൂ. ഒന്ന് സി എന്ന് പറഞ്ഞ പോയിൻറ്റ്. ഓക്കെ, നമുക്കറിയാം മോഡുലസ് ഓഫ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സി. ഇനി സി ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിൻറ്റ്സിലും വി ഹാവ് ഓൾറെഡി സേ ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് ബീങ് സാറ്റിസ്ഫൈഡ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1 പ്ലസ് മോഡുലസ് ഓഫ് എ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1 പ്ലസ് മോഡുലസ് ഓഫ് എൽ for all x other than c in the neighborhood. ഈ രണ്ടിൻ്റെയും ഈ റൈറ്റ് സൈഡിലുള്ള രണ്ടിൻ്റെയും മാക്സിമം ആണ് എൽ എന്നെടുത്തത്. സോ ക്ലിയർലി സി ഇൻക്ലൂഡ് ചെയ്താലും എന്ത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. കാരണം ഇതിൻ്റെ നൗ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. കാരണം എം എന്ന് പറഞ്ഞത് സുപ്രീമോ ആണ്. ഓക്കെ, സോ എഫ് ഓഫ് സിക്കകത്ത് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എം. Other than c, for all other points, modulus of f of x is less than or equal to m. So combining these two, for all x element of a intersection v delta of c, modulus of f of x is less than or equal to m, which is by definition means that f is bounded on some neighborhood of c. സോ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സിയുടെ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആണെന്ന്. കാരണം നമുക്കൊരു എം കണ്ടെത്താൻ സാധിച്ചു സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി. സോ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ ആ ഫംഗ്ഷൻ ആ പോയിന്റിൻ്റെ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് ആയിരിക്കണം. ഓക്കെ, വി ക്യാൻ ഒബ്റ്റെയിൻ ദിസ് ഇൻറ്റ്യൂഷൻ യൂസിങ് സീക്വൻസസ് ആസ് വെൽ. ഒരു ഫംഗ്ഷൻ്റെ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ ആ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന എല്ലാ സീക്വൻസിൻ്റെയും ഇമേജ് സീക്വൻസ് കൺവേർജ് ചെയ്യണം. ഇമേജ് സീക്വൻസ് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബൗണ്ടഡ്. ദാറ്റ്സ് ദി ഐഡിയ. ഓക്കെ, നൗ യൂസിങ് ദിസ് റിസൾട്ട് I think we can successfully establish the non-existence of certain class of limits. One particular example is limit x tends to 0, 1 by x does not exist. Limit x tends to 0, 1 by x exist ചെയ്യുന്നില്ല എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ this function 1 by x should be bounded in some neighborhood of 0. Okay, if limit exists f of x is equal to 1 by x is bounded on some neighborhood of c 0. Okay, അപ്പോൾ സീറോയുടെ ഒരു നെയ്ബർഹുഡിൽ ഇത് ബൗണ്ടഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് modulus of 1 by x should be less than m for all x element of some v delta of 0. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. എക്സ് പോസിറ്റീവ് ആണെന്നും കൂടെ സങ്കല്പിക്കുക എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി. ദാറ്റ് ഈസ് 1 by x ഷുഡ് ബി ലെസ് ദാൻ എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് v delta of c 0 and x is positive. Okay, that is 1 by m is less than x for all x element of v delta of 0 and x is greater than 0. Okay, now which means that x is greater than 1 by m. Okay, so
എക്സ് എപ്പോഴും 1/m എന്ന് പറയുന്ന നമ്പറിനെക്കാട്ടിലും വലുതായിരിക്കണം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് വി ഡെൽറ്റ ഓഫ് 0 എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സീറോയുടെ ഒരു നെയ്ബർഹുഡ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു ഫിക്സഡ് നമ്പർ ദിസ് ഈസ് 1/m എന്ന് കൺസിഡർ ചെയ്താൽ എല്ലാ എക്സുകളും 1/mനെക്കാട്ടിലും വലുതാണെന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ് ബിലോങ്സ് ടു ദ നെയ്ബർഹുഡ് ഓഫ് 0. നെയ്ബർഹുഡ് ഓഫ് 0 എന്ന് വെച്ചാൽ എക്സ് ക്യാൻ ബി ആസ് ക്ലോസർ ടു 0 ആസ് പോസിബിൾ. ഓക്കെ, സോ നമുക്ക് ഏതൊരു നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും ആ നമ്പറിനെക്കാട്ടിലും ചെറുതായ രീതിയിൽ ഒരു എക്സ് കണ്ടെത്താൻ സാധിക്കണം ബൈ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ 1/m എന്നൊരു നമ്പർ എടുത്താൽ അതിനെക്കാട്ടിലും ചെറുതായിട്ട് രീതിയിൽ എനിക്ക് എന്ത് കിട്ടണം, ഒരു എക്സ് കണ്ടെത്താൻ സാധിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ 0 1/m എന്ന് പറയുന്ന ഒരു ഇൻ്റർവൽ എടുത്താൽ ആ ഇൻ്റർവലിൻ്റെ അകത്ത് ഒരു എക്സും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സീറോയുടെ നെയ്ബർഹുഡിലുള്ള ഒരു പോയിൻറ്സും 0 1/m എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇടയ്ക്ക് വരില്ല, ഇതിനെക്കാട്ടിലും വലുതാണ്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. കാരണം സീറോയുടെ നെയ്ബർഹുഡിൻ്റെ അകത്ത് 0 കഴിഞ്ഞിട്ടുള്ള എല്ലാ പോയിൻറ്സും വരും. ഓക്കെ, സീറോയുടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ പോയിൻറ്സും വരും. സോ വിച്ച് മീൻസ് 0 1/m എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് പോയിൻറ്സ് ഇല്ല, കാരണം എല്ലാ പോയിൻറ്സുകളും 1/mനെക്കാട്ടിലും വലുതാണ്, എക്സ് പോസിറ്റീവാണ്. സോ സീറോയുടെ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിൻറ്സും 1/m എന്ന് പറഞ്ഞ നമ്പറിനെക്കാട്ടിലും വലുതാണെന്ന് പറയാൻ സാധിക്കണം, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ എൻ്റെ അസംഷൻ തെറ്റാണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ബൗണ്ടഡ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ബൗണ്ടഡ് അല്ല. ഓക്കെ, നമുക്കറിയാം പ്രീവിയസ് റിസൾട്ട് വെച്ച് എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കൂ, ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കൂ. സോ എഫ് ബൗണ്ടഡ് അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ദിസ് ഈസ് വൺ പർട്ടിക്കുലർ യൂസ്. ഒരു ഫംഗ്ഷൻ ഒരു പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡിൽ ബൗണ്ടഡ് അല്ലെങ്കിൽ we cannot say that the function has a limit at that point. That's the idea. Thank you.